ഇടുക്കി മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ പശു ചത്തു. ദേവികുളം ODK ഡിവിഷനിലാണ് കാട്ടാന പടയപ്പയുടെ ആക്രമണത്തിൽ പശു ചത്തത്. ബിനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. ബിനീഷ്, എന്തായാലും ഇടുക്കിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു. പശുവാണ് ഇപ്പോൾ ദേവികുളം ODK ഡിവിഷനിലാണ് ഇത്തരത്തിൽ പശു ചത്തിരിക്കുന്ന വിവരം ലഭിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? കാർത്തു, പടയപ്പ നിലവിൽ അക്രമകാരി അല്ലെങ്കിലും ഇത്തരത്തിലൊരു വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു ഈ ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നതാണ് തൊഴിലാളികൾ പറയുന്നത്. രാത്രി 11 മണിയോടെ ഈ കാട്ടുകൊമ്പൻ പടയപ്പ സ്ഥലത്തെത്തുന്നു. തോട്ടത്തിന്റെ ഭാഗത്ത് കിട്ടിയിരുന്ന ആ പശുവിനെ ആക്രമിച്ച് കൊല്ലുകയായിരുന്നാണ് തൊഴിലാളികൾ പറയുന്നത്. വലിയ ശബ്ദം കേട്ട് പുറത്തെത്തിയതോടെ പിന്നീട് ഈ കാട്ടാനയെ കണ്ടു എന്ന് തന്നെ ഈ തൊഴിലാളികൾ പറയുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ പടയപ്പ ODK ഡിവിഷനിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏതായാലും പശുവിന്റെ കഴുത്തിൽ ആഴമേറിയ മുറിവുണ്ട്. ഏതായാലും വനവകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ തുടരുന്നുണ്ട്. പടയപ്പയാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും തൊഴിലാളികൾ പറയുന്നത് പടയപ്പ തന്നെയാണ് എന്നാണ് അവർ ഒരു ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുന്നത്. മുൻപും ഈ പടയപ്പ പെരിയവാര ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ കന്നുകാലികൾ മെയ്യുന്ന സ്ഥലത്ത് കൂടെ പടയപ്പ എന്ന പോകുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതൊന്നും ഈ ആക്രമണത്തിന് മുതിരാത്ത ഒരു പടയപ്പ ഈ ഇത്തരത്തിൽ കന്നുകാലിയെ ആക്രമിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ തന്നെയാണ് ഇവിടുത്തെയുള്ള തൊഴിലാളികൾ അത് കേൾക്കുന്നത്. ഏതായാലും വനവകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്തെത്തി ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. കാർത്തു, ശരി. എന്നാലും ഇടുക്കി മൂന്നാറിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. പടയപ്പ തന്നെയാണ് ഇത്തരത്തിൽ പശുവിനെ ആക്രമിച്ചതെന്ന നിഗമനത്തിലാണ് പ്രദേശവാസികൾ ഉള്ളത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.